ഇനിയിപ്പൊ എന്ത് വേണമെന്ന് വെച്ചാലേ ഇവിടെ 2 പോലീസുകാർ വരും. ഇതൊന്ന് നോക്ക്, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്കി എടുക്കണം. ശരി, ഞാനിവിടെ എന്തിനു വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാ സൺബാത്തിന് വന്നാണെന്ന് പറയണം ഡാർലി. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ അറസ്റ്റ് ചെയ്തിട്ട് വന്നേക്കാം. 334 സ്റ്റേഷനിലോട്ട് പോയി. അത് വേണ്ടേ, അത് നിന്റെ മനസ്സിൽ വെച്ചേര്. എന്റെ സാഹിബ്, ഇങ്ങനത്തെ കള്ളന്മാരുണ്ടോ? എത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണം പോലീസ് പോലീസ് നിങ്ങളുടെ SI ലക്ഷക്കണക്കിന് സ്വർണം പിടിച്ചിട്ടിരിക്കുന്നു. അങ്ങോട്ട് ചെല്ലാൻ വിളിക്കുന്നവിടെ. വേഗം ഒന്നുകൊണ്ട് കേട്ടിട്ട് തൂക്കിയെടുത്തോണ്ട് വരണ്ടായോ? അവരിപ്പോ വരുമെന്ന്. വിട്ടോ വിട്ടോ വിട്ടോ, ബലമായിട്ട് നിന്നോണ്ട് കേട്ടോ. ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണം കാണും, ഇല്ലയോ സിസ്റ്റർ? പങ്ക് തരാന്ന് പറഞ്ഞാൽ എന്നെയും വിളിച്ചോണ്ട് വന്നത്. ഈ ദ്രോഹി പറ്റിക്കോ സിസ്റ്റർ? ഗുഡ് മാൻ. നമുക്ക് പോയി നോക്കിട്ട് വരാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നോക്കി സ്വർണം. അടുത്ത പ്രാവശ്യം തരാം. നീ ആ ഗേറ്റിൽ വെച്ച് അവർക്ക് ശരിക്ക് 2 കൊടുത്തിരുന്നെങ്കിൽ എന്റെ 20 റുപ്പീസ് നഷ്ടമാണ്. ഞാൻ പോട്ടെ അമ്മേ. മോൻ എങ്ങോട്ടാ? റോഡ് തൂത്തുവരാൻ. റോഡ് തൂക്കാനോ? അതിന് മുനിസിപ്പാലിറ്റി ഇല്ലയോ? പിന്നെ ഞങ്ങൾ കുട്ടികളും സാറുമാരും കൂടെ പള്ളിക്കുളത്ത് അടുത്തുള്ള റോഡ് വൃത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുക. മോൻ ചൂല് വന്നു കൊടുക്കരുത് കേട്ടോ. നീ പോരുമ്പോഴേ ഇച്ചാനുള്ള വീടിയും തീപ്പെട്ടിയും കൂടെ മേടിച്ചോണ്ട് പോരെ. കൊണ്ടുവന്നേ. ദൈവം തിരുമനസ്സായാൽ ലോറൻസിനെ കൊണ്ട് എന്റെ മോള് സ്റ്റെല്ലെ കെട്ടിക്കണമെന്ന എന്റെ ആശ. പ്രത്യനായിക്കും ലോറൻസിന്റെ അപ്പനും ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ആശ അത് തന്നെയാ. ഒരു കാര്യമേ ഉള്ളു വിഷമം. ഞങ്ങള് പാവങ്ങളാ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ശ്രീധനം ഒന്നും തരാൻ പറ്റുകയില്ല.
വലിയ സ്ത്രീധനം എന്ന് പറയാന് ഞങ്ങൾ തന്നെ അങ്ങനെ വലിയ പണക്കാരോ പറ്റുവാണ്. കേറിക്കിടക്കാനുള്ള മണ്ണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതുപോലും ഇല്ലാത്തവരല്ലയോ ശേഷം പേര്. രാവിലെ പഴങ്കഞ്ഞയും കുടിച്ചോണ്ട് റേഷൻ കടയിൽ പോയി. 1-2 ഛർദിച്ചു, കാറ്റും പോയി. പച്ച ജീവനോടെ മനുഷ്യനെ ഓടിച്ചിട്ട് പിടിച്ച് കഷാപ്പുജികയല്ലേ ഈ സൂക്കടൻ. നമ്മുടെ ഈ ചാകരപ്പാട് മുതൽ യക്ഷിമുക്ക് വരെ കോളറ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക സർക്കാർ. അങ്ങോട്ട് മരിയൻ ചേട്ടൻ വയറ്റുവേദന കൊണ്ട് ഉള്ളു തന്നു. റിക്ഷയ്ക്ക് പോയി ആളെയും കാണുന്നില്ലല്ലോ. ഇതങ്ങനെ താമസിപ്പിക്കാൻ പാടുള്ള സൂക്കേടല്ല. കൈയും കാലുമൊക്കെ തണുത്തിരിക്കുന്നല്ലോ. എടാ നോക്കി എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. ഒരാപത്ത് വന്നിരിക്കുന്നു. അപ്പൊ രക്ഷിക്കാൻ നോക്കേണ്ടതിന് ഒഴിഞ്ഞു മാറുകയാണോ? വന്നേ. ആ രക്ഷ വന്നു. വേഗം പിടിച്ച് വണ്ടിലോട്ട് കയറ്റി. ഇതെല്ലാം സോക്കേടാ. 1-2 ഛർദിച്ചു. ഇത് കോളറയാണ്. എന്റെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. ഞങ്ങളടുത്ത തുറന്നു നോക്കട്ടെ. നോക്കുന്നുണ്ടോ? തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. മരിയന്റെ വീട്ടിലെ യാതൊരു സാധനങ്ങളും ഉപയോഗിക്കണ്ട. അവയെല്ലാം ചുട്ടുകളയേണ്ടവയാണ്. മോളെന്തിനാ കരയുന്നത്? വീട് പോയെങ്കിൽ പോട്ടെ മോളെ. മനുഷ്യരെക്കാൾ വലുതാണോ? ദൈവം എന്നത് മനുഷ്യർക്കില്ലാതായി മോളെ. പണ്ട് സോദോം ഗൊമോറ നശിപ്പിച്ചതുപോലെ ദൈവം ഈ നാട് മുഴുവൻ നശിപ്പിക്കേണ്ടതാ. ഈ വീട് കത്തിക്കാണ്ട് നിവർത്തിയില്ല മോളെ. അവര് വേറെ വീട് വെച്ച് തരും. എന്റെ ദേവസ്യാനോസ് പുണ്യാളാ, വസന്ത പെരുന്നാൾ കഴിയുമ്പോഴെങ്കിലും ഈ കെട്ട സൂക്കേട് ഈ കരയെന്ന് മാറ്റി തരണേ. ഒരു 50 പൈസയും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വലയിൽ ഒത്തിരി പണി കിടക്കുന്നു. എല്ലാ മോൾ ആശുപത്രിയിലോട്ടൊന്ന് പോട്ടേന്ന്. ആ വേണ്ട വേണ്ട വേണ്ട. ആ വാർഡിൽ കയറുന്നത് സൂക്ഷിച്ചു വേണം. ശുശ്രൂഷിക്കാൻ പോയതല്ലേ ആനി. കൊടുത്ത് അവളും കിടപ്പായത് കണ്ടോ? അവള് ലോറൻസിന്റെ കൂടെ പോയേച്ച് വരാമെന്ന് പറയും. കണ്ട ലോറൻസും പോകണ്ട, അവളും പോകണ്ട. എന്തിനാ മോളെ ആശുപത്രിയിൽ പോകുന്നത്? അവരിതിങ്ങോട്ട് വരും. ഇല്ലേ നാളെ കണിശമായിട്ട് വരും കേട്ടോ. ഞാൻ ഇറങ്ങുന്നു. ഇതങ്ങ് വെച്ചേടി.